രാവിലെ കുളിച്ചൊരുങ്ങി വസ്ത്രം മാറ്റി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു അയാൾ. ബൈക്ക് സ്റ്റാർട്ടാക്കുമ്പോഴാണ് തലേന്ന് ഓഫീസിൽ നിന്നും കൊണ്ടുവന്ന ആ ഫയല് അയാൾക്ക് ഓർമ്മ വന്നത്. വളരെ അർജന്റായി നോക്കേണ്ട ഫയലാണ്. സൂപ്രണ്ട് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചതാണ്. ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ നേരം വൈകിയത് കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. ബൈക്ക് ഓഫാക്കി അയാൾ നേരെ വീട്ടിനുള്ളിലേക്ക് കുതിച്ചു. അമ്പരന്ന് നിൽക്കുന്ന ഭാര്യ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ നിൽക്കാതെ അയാൾ ഫയൽ തിരയാൻ തുടങ്ങി. വീട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അയാൾക്ക് ഫയൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ നിവൃത്തിയില്ലാതെ ഭാര്യയോട് വിവരം പറഞ്ഞു. പിന്നെ രണ്ടാളും ചേർന്നായി തിരച്ചിൽ. പക്ഷെ വീട് മുഴുവൻ ഇളക്കി മറിച്ചിട്ടും ഫയൽ കാണാമറയത്ത് തന്നെ. പിന്നെ ക്ഷീണിച്ചു തളർന്ന് രണ്ടാളും സോഫയിൽ ചെന്നിരിപ്പായി. കുറച്ചു നേരം കഴിഞ്ഞ് ദാഹം മാറ്റാൻ വേണ്ടി വെള്ളമെടുക്കാൻ ഫ്രിഡ്ജ് തുറന്ന ഭാര്യയാണ് അത് കണ്ടത്. ആ എമർജൻസി ഫയൽ അതാ പച്ചക്കറികൾക്കൊപ്പം സുഖമായി ഉറങ്ങുന്നു. ഫയലിലെ നനവ് തുടച്ച് ഭർത്താവിന് നൽകുമ്പോൾ വേദനയോടെ ഭാര്യ ഓർത്തു. എന്തൊരു ഓർമ്മശക്തിയുള്ള ആളായിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വല്ലാത്ത മറവിയാണ്. മറ്റൊരു ദിവസം അയാൾ തിരക്കിട്ട് ഓഫീസിലേക്ക് കയറി ചെന്നു. കയ്യിലെ സഞ്ചി ഒരു മേശപ്പുറത്തേക്ക് കുടഞ്ഞിട്ട് അയാൾ പതിയെ വസ്ത്രം മാറാൻ തുടങ്ങി. തിരക്കിട്ട ഓഫീസിൽ അടിവസ്ത്രങ്ങളുമായി നിൽക്കുന്ന അയാളെ സഹപ്രവർത്തകർ അത്ഭുതത്തോടെ നോക്കി നിന്നു. സ്ത്രീകൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. ഓഫീസിലെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥൻ, ഓർമ്മശക്തിയിൽ ഒന്നാമൻ, ഏത് ഫയലും കാണാപ്പാടം. എന്നാൽ ഈ ഇഴയായി പെരുമാറ്റത്തിൽ വല്ലാത്തൊരു മാറ്റം. ഓഫീസിൽ വീട്ടിലെ പോലെ പെരുമാറുന്നു, ജോലിയിൽ ഭയങ്കര മറവി. തന്മാത്ര എന്ന മലയാള സിനിമയിൽ നിന്നുള്ള 2 സീനുകളാണിത്. ഇനി സിനിമ അവിടെ നിൽക്കട്ടെ, നമുക്ക് യഥാർത്ഥ ജീവിതത്തിലേക്ക് വരാം. കേരളത്തിലെ അറിയപ്പെടുന്ന കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ഒരാൾ വർഷങ്ങളായി വീട്ടിൽ അസുഖം ബാധിച്ച് കിടക്കുന്നു. അയാൾ എഴുതിയ സിനിമാ ഗാനങ്ങൾ പാടി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഗായിക അയാളെ കാണാനെത്തുന്നു. കൂടെ 2 പേരുടെയും സുഹൃത്തായ ഒരു മാധ്യമ പ്രവർത്തകനും. സുഹൃത്ത് കവിയോട് ചോദിച്ചു, ഇവരെ അറിയുമോ? കുട്ടികളെ പോലെ ചിരിച്ചുകൊണ്ട് കവി ഇല്ലെന്ന് തലയാട്ടി. അപ്പോൾ ഗായിക അവർ പാടിയ കവിയുടെ ഏറെ പ്രസിദ്ധമായ ഒരു സിനിമാ ഗാനം ആലപിക്കുന്നു. പാട്ട് കഴിഞ്ഞപ്പോൾ സുഹൃത്ത് കവിയോട് ചോദിച്ചു, ഈ പാട്ട് പാടിയ ആളെ അറിയുമോ? അപ്പോഴും നിഷ്കളങ്കമായ അതേ ചിരിയോടെ കവി ഇല്ലെന്നു പറഞ്ഞു. കരച്ചിലടക്കാൻ കഴിയാതെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സുഹൃത്തിനോട് കവി വിളിച്ചു ചോദിച്ചു, ആരാണ് ഈ പാട്ട് എഴുതിയത്? ഇതിലെ കവി ഭാസ്കരൻ മാഷും ഗായിക എസ് ജാനകിയും സുഹൃത്ത് രവിമേനോനുമാണ്. വൈദ്യശാസ്ത്രം ഇനിയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത മാരകമായ ഒരു മനോരോഗത്തിന്റെ ഇരകളാണ് ഇതിലെ 2 കഥാപാത്രങ്ങളും. അൾഷിമേഴ്സ് എന്ന മറവി രോഗം. അൾഷിമേഴ്സ് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. തലച്ചോറിന്റെ കെമിസ്ട്രിയിൽ വരുന്ന രാസമാറ്റങ്ങളാണ് ഇതിന് കാരണം. വളരെ സാവധാനമാണ് ഇതിന്റെ ആക്രമണം. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ ഏറെ പ്രയാസമുള്ളതും. ഓർമ്മക്കുറവും ആശയക്കുഴപ്പവുമാണ് പ്രധാന ലക്ഷണങ്ങൾ. അക്കങ്ങളും അക്ഷരങ്ങളും മറന്നു പോകുന്നു. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ആളും അവസ്ഥയും ഇല്ലാതാവുന്നു. എവിടെ എങ്ങനെ പെരുമാറണമെന്ന ബോധം പാടെ നശിക്കുന്നു. അസ്വസ്ഥത, ഉത്കണ്ഠ, പെട്ടെന്നുള്ള ദേഷ്യം, അതിൽ നിന്നുള്ള പൊട്ടിത്തെറി എന്നിവ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ആരും അറിയാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. അൾഷിമേഴ്സിന് ചികിത്സയോ പ്രതിരോധമോ ഇല്ല. ആരോഗ്യകരമായ ജീവിതശൈലി ഇത് ഒഴിവാക്കാൻ സഹായിക്കും എന്ന് മാത്രം. തന്മാത്രയിലെ രമേശന്റെ ഉള്ളു പൊള്ളയായ ആ ചിരി, ഭാസ്കരൻ മാഷിന്റെ നിഷ്കളങ്കമായ ആ പുഞ്ചിരി, മനോഹരമായ ചിരി പോലും ചില നേരത്ത് മനസ്സിനെ എത്ര മാരകമായി മുറിവേൽപ്പിക്കും അല്ലേ?